ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 വണ്ടി ജന സർവീസായിട്ട് നമ്മൾ കയറ്റിയതാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിനകത്ത് 1-2 കംപ്ലയിൻസുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ പെട്രോൾ മീറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് സൈഡ് സൗണ്ട്, അതേപോലെ സീറ്റ് ലോക്ക് കറക്റ്റായിട്ട് വർക്കാവുന്നില്ല. ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, മൈലേജ് ചെക്കപ്പ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. ഇപ്പോൾ നമ്മൾ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ അയച്ച് നോക്കുന്ന സമയത്ത് കമ്പനി ലൈൻഡറാണ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറിനാണ്. നമുക്ക് ഈ ഒരു സർവീസും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത സർവീസിൽ എന്തായാലും നമുക്ക് ബ്രേക്ക് ലൈൻഡർ മാറ്റേണ്ടി വരും കേട്ടോ. കാരണം അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആവും അപ്പോഴത്തേക്കും. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു പകുതിയിൽ കൂടുതൽ കഴിഞ്ഞാൽ നിൽക്കണേ. അപ്പോൾ ക്ലീൻ ചെയ്ത് കയറ്റാം. അടുത്ത സർവീസിൽ ബ്രേക്ക് ലൈൻഡർ മാറ്റേണ്ടി വരും. ഈ സർവീസിൽ നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് നമ്മൾ നോക്കുമ്പോൾ പുതിയ ഫിൽറ്ററാണ്, പക്ഷേ കമ്പനി ഫിൽറ്ററല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കി ഇടാം. കാരണം എന്ന് വെച്ചാൽ മൈലേജിനെ ഡയറക്റ്റൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണത്. എന്തായാലും നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് എപ്പോഴോ മാറ്റിയേക്കണതാണ്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ മാറ്റണമെന്നില്ല. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ മാറ്റിയിടുമ്പോൾ ഒറിജിനൽ പാർട്സ് മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് പെട്ടെന്ന് പേപ്പർ ഫിൽറ്ററാണ് ഈ മോഡൽ. നമുക്ക് വരുന്നത് വിസ്കസ് ടൈപ്പ് ഫിൽറ്ററാണ് വരാം. അപ്പോൾ പേപ്പർ ക്വാളിറ്റിയിലാണ് അതിൻ്റെ വേരിയേഷൻ വരാം. ശരിക്കും ഇത് പെട്ടെന്ന് ബ്ലോക്ക് ആവും, എഞ്ചിനിലേക്ക് പോകുന്ന പെട്രോളിൻ്റെ അളവ് കൂട്ടും, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ വേറെ ഒന്നും നോക്കണ്ട. അടുത്ത സർവീസിലൊക്കെ മാറ്റണ സമയത്ത് ജെനുവിൻ ഒറിജിനൽ പാർട്സ് മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ഭാഗം അഴിച്ച് നോക്കുമ്പോൾ ഇവിടെ ഈ ക്രാങ്കിൻ്റെ സൈഡിലെ ഓയിൽ സീലിലൂടെ ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു നനവ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കണ്ട. അപ്പോൾ അത് കൈയോടെ ആ ഓയിൽ സീൽ മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ ഫ്രണ്ടിൽ നിന്ന് ക്ലച്ചിൻ്റെ ഭാഗത്ത് ഒരു മുഴക്ക സൗണ്ട് വരുന്നുണ്ട്. അത് ഈ ക്ലച്ചിൽ വരുന്ന ഈ ഒരു വേരിയേറ്റർ ബോഡി എന്ന് പറയുന്ന ഒരു യൂണിറ്റിൻ്റെയാണ്. ഇവിടെ നോക്കുമ്പോൾ ഇത് എത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അത് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതോറും പെട്ടെന്നായിരിക്കും അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പെട്ടെന്ന് ഡെവലപ്പ് ആവും. അപ്പോൾ കൈയോടെ അത് മാറ്റിയിടുകയാണെങ്കിൽ അതാണ് സേഫ്. കാരണം ഈ അലുമിനിയം വീലും ഈ ഒരു പിന്നും കൂടിയിട്ട് മാറ്റിയിടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം പിന്നീടുള്ളൊരു കംപ്ലയിൻറ്റ്സുകൾ കുറയ്ക്കാനായിട്ട് പറ്റും. ഇതങ്ങനെ കിടന്ന് ഓടുന്തോറും ഈ റോളറുകളൊക്കെ അലൈൻമെൻറ്റ് മാറി തേമാനം വരാൻ തുടങ്ങും. ഇപ്പോൾ തന്നെ ഓൾറെഡി ചെറിയ ഭാഗങ്ങൾ കയറി ടച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഈ വീല് മാറ്റിയിട്ട് ബോസ് ഡ്രൈവ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. മാറ്റിയിടുന്നതായിരിക്കും നല്ലത്. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ ബെൽറ്റ് ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്, അഴിച്ച് നോക്കണുണ്ട്. ബെൽറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കിടക്കുന്ന ബെൽറ്റ് ഒറിജിനൽ ബെൽറ്റ് അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ് കേട്ടോ. കമ്പനി ബെൽറ്റ് അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് കിടക്കുന്നത്. പക്ഷേ ബെൽറ്റിന് ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല, പൊട്ടലൊന്നും നിലവിൽ ഇപ്പോൾ കാണിക്കുന്നില്ല. ഈ ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് ആകുമ്പോൾ നമുക്ക് എപ്പോഴാണ് പൊട്ടിപ്പോകണമെന്നും പറയാൻ പറ്റില്ല. പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻറ്റുകളൊന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. യൂണിറ്റൊക്കെ ഓക്കെയാണ്, വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ കിക്കറിൻ്റെ വീലുകളൊക്കെ ഒന്ന് അഴിച്ച് ഈ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് കവറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ ബെൽറ്റൊക്കെ വർക്ക് ചെയ്തതിൻ്റെ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ലീക്കേജൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള ലീക്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും കൂടുതലായിട്ട് ലീക്ക് വരാനും ഓയിൽ അതിൻ്റെ ആ വഴിക്ക് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. കൈയോടെ ഗ്യാസ്കറ്റ് അഴിച്ച് മാറ്റിയിടാണെങ്കിൽ അതാണ് സേഫ്. സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്തില്ല. അതായത് സ്റ്റാർട്ട് ആവാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നത് സെൽഫ് അടിക്കുമ്പോൾ സ്റ്റാർട്ട് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അത് ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. അല്ലാതൊരു കംപ്ലയിൻറ്റ് നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ. നിലവിൽ നമ്മൾ ചോക്കിൻ്റെ കേബിൾ ഒക്കെ ചെക്ക് ചെയ്തു, വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ ചെക്ക് ചെയ്യുമ്പോഴും സ്മൂത്താണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാർബറേറ്റർ അടയ്ക്കപ്പോഴോ എവിടെയോ അഴിച്ച് ക്ലീൻ ചെയ്തതാണെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് നമ്മൾ വേറെ നിലവിൽ അഴിക്കുന്നില്ല. ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വന്നില്ല, നമ്മൾ അഡീഷണലായിട്ട് നമ്മൾ പൈസ കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ്. തൽക്കാലം നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ടും വേറെ ഏതോ വർക്ക്ഷോപ്പിലൊക്കെ കയറ്റി ചെയ്തതാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ബില്ലൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ഇനി അഴിക്കുന്നില്ല. കാരണം അത് പിന്നെ നമ്മൾ രണ്ടാമത് അഴിച്ചാലും നമുക്ക് ആ രീതിയിൽ തന്നെ പൈസ ചിലവ് വരും. അപ്പോൾ ചെയ്ത വർക്കാണെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാമത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് കാർബറേറ്റർ അസംബ്ലി നമ്മൾ അഴിക്കുന്നില്ല കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് കേബിളുകളൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല കേബിളാണ്. ബ്രേക്ക് ക്യാമൊന്ന് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ ടയറൊക്കെ നല്ല ടയറാണ്, ഫ്രണ്ടിൽ കുഴപ്പമൊന്നുമില്ല, കട്ടുള്ള ടയറാണ് പറയുന്നത്, അത്യാവശ്യം ഗ്രിപ്പുണ്ട്. പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ് സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു പ്രശ്നം കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. ബാറ്ററി നമുക്കിത് ഇരിക്കണ ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇത് ഇരിക്കണേ. 2021 വെച്ചേക്കണ ബാറ്ററിയാണ്. അതായത് വണ്ടി വന്നതിന് ശേഷം ഒരു പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. 2021 വെച്ചേക്കണ ബാറ്ററിയാണ്. ഏകദേശം നമുക്കൊരു 4 വർഷം കഴിഞ്ഞിട്ടുണ്ട് ആ ബാറ്ററി.
അപ്പോൾ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ വോൾട്ട് കാണിക്കുന്നുണ്ട് 11. അതായത് വോൾട്ട് കുറവാണ് ശരിക്കും, കാരണം ഇരിക്കുന്തോറും കംപ്ലയിൻസ് കാണിക്കുന്നുണ്ട്, വോൾട്ട് കുറയണമായിട്ട് കാണുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോഴായാലും നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത്. ലോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ വരുമ്പോഴത്തേക്ക് അത് കട്ട് ഓഫ് ആയി പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നോക്കട്ടെ കിട്ടുമോ എന്നുള്ള ദിവസം നോക്കട്ടെ. 2 പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും കംപ്ലയിൻ്റ് ആണ് കാണിച്ചത്. അപ്പോൾ ഒന്ന് ചാർജ് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ ലോ ആയിട്ട് കാണിക്കേണ്ടതൊന്ന് ചാർജ് ചെയ്ത് നോക്കാം, പക്ഷേ കിട്ടാനായിട്ടുള്ള സാധ്യത 99% കുറവാണ്. ഇതിപ്പോൾ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഡാമേജിലേക്ക് പോകുന്നത്. 2021 4 വർഷം പഴക്കമായിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ബാറ്ററിയുടെ പ്രശ്നം നമുക്ക് ചാർജ് ചെയ്താൽ കിട്ടാനായിട്ടുള്ള സാധ്യത 99% കുറവാണ്. എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വേറെ എന്തെങ്കിലും നമ്മളൊക്കെ പൈസ മുടക്കി ചെയ്യണുള്ളൂ. കാരണം ഏകദേശം ഒരു 1000-1100 അടുത്ത് നമുക്ക് ബാറ്ററിക്ക് വന്നുണ്ട്. ഡിസ്കൗണ്ട് റേറ്റ് കഴിച്ചാലും ഏകദേശം ഒരു 1000-1200 അടുത്ത് നമുക്ക് എമൗണ്ട് വന്ന കേസാണ് അത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം, റിസ്ക് എടുക്കണ്ട. അതിന് ശേഷം നോക്കിയിട്ട് കംപ്ലയിൻ്റ് ആണെങ്കിൽ മാറ്റിയാലാണ് സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് മാറുള്ളൂ. അതല്ലെങ്കിൽ റിപ്പീറ്റ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ ഫ്രണ്ട് സൗണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് സൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇന്നർ കവറൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കണം. ഇത് ഇവിടുത്തെ ഈ കവറൊക്കെ പൊട്ടിയിട്ട് ഇതിവിടെ കണ്ടോ, ഈ സൈഡൊക്കെ പൊട്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ജർക്കിങ് പെടപ്പും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ നിന്ന് വരുന്നുണ്ട്. ഈ ചോക്ക് കേബിൾ പിടിപ്പിക്കുന്ന ഈ ഭാഗത്തുള്ള ഈ കവറാണ് ഈ പൊട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മാറ്റി വെച്ചാൽ ആ മാറ്റിയാലൊക്കെയാണ് അതിൻ്റെ ആ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ മാറുള്ളൂ. പിന്നെ സ്പാർക്ക് പ്ലഗ് കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ശരിക്കും എയർ ഫിൽറ്റർ മാറ്റും ആ കൂട്ടത്തിൽ പ്ലഗ് മാറ്റേണ്ടതാണ്. ഇത് പ്ലഗ് മാറ്റിയിട്ടില്ല, പഴയ പ്ലഗ്ഗാണ് കിടക്കണേ. അപ്പോൾ മാറ്റിയിടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഇപ്പോൾ കിടക്കുന്ന ഫിൽറ്റർ പുതിയ ഫിൽറ്ററാണ്, ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എങ്കിൽ പോലും കൂട്ടത്തിക്കട നമ്മൾ മാറ്റി വിടേണ്ടതായിട്ടാണ് സ്പാർക്ക് പ്ലഗ് എന്നുള്ളത്. അത് നിലവിൽ മാറ്റിയിട്ടില്ല. മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഒക്കെ കാണിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. ഓയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓയിലിൻ്റെ അവസ്ഥ ഇതാണ്. ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഏകദേശം ഒരു 3000 കിലോമീറ്ററിലാണ് നമ്മൾ മാറേണ്ടത്. അപ്പോൾ ഏകദേശം വണ്ടി 3000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി പുതിയത് ഒഴിക്കണമായിരിക്കും നല്ലത്. പെട്രോൾ മീറ്റർ വർക്കിംഗ് പറഞ്ഞിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഈ മീറ്ററിൻ്റെയാണ് കംപ്ലയിൻറ്റ്. ഈ മീറ്റർ അസംബ്ലിയാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് കേട്ടോ. ഇതൊന്നും വർക്കിംഗ് അല്ല നിലയിൽ. അപ്പോൾ അതൊന്ന് മീറ്റർ പറഞ്ഞ് മാറ്റി വെച്ച് നോക്കിയാലാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ എന്താണ് ശരിക്കും പ്രശ്നം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുമ്പോഴും നിലവിൽ വർക്കിംഗ് അല്ല. നേരെ മറിച്ച് അതിനകത്ത് പെട്രോൾ ചെക്ക് ചെയ്യാനായിട്ട് നോക്കിയാൽ പോലും ടാങ്കിലും പെട്രോളും ഇല്ല. അപ്പോൾ ഓടിച്ച് നോക്കണമെങ്കിൽ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാലാണ് ഇപ്പോൾ ഓടിച്ച് നോക്കാൻ പറ്റുന്നത്. ആ ഒരവസ്ഥയാണ് ടാങ്കിലെ പെട്രോളിൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നിങ്ങൾ റിപ്ലൈ കിട്ടിയാലാണ് ഏതൊക്കെ വർക്കുകളാണ് ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒഴിവാക്കേണ്ടതുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് പറയാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.